കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരെന്ന് NK പ്രേമചന്ദ്രൻ MP. സമസ്ത മേഖലയും പരാജയമായിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ രംഗം താറുമാറാക്കി. കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി മത്സര പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി നൽകാതെ പിൻവാതിൽ നിയമനമാണ് സർക്കാർ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. UDF മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി ICS ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. 10 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് ഇടത് സർക്കാരെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിനാധാരമായ രാഷ്ട്രീയ കാരണങ്ങൾ ധാരാളമാണ്. അതിലെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് കേരളത്തിന് സമ്മാനിച്ചത് ദുരന്തം മാത്രമാണ്. സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇപ്പൊ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ വിസ്മൃതിയിലാകുകയാണ്. കഴിഞ്ഞ 12 മാസക്കാലമായി രാജ്യത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നിലവാരം ഉയർന്നു നിൽക്കുന്നത് വിലക്കയറ്റമുള്ള സംസ്ഥാനം, ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിലവർധനവുള്ള ഇന്ത്യയിലെ സംസ്ഥാനം 1ാം സ്ഥാനം കേരളമാണ്. ഉല്ലാസ് കോവൂർ മുഖ്യപ്രഭാഷണം നടത്തി. K മുസ്തഫ അധ്യക്ഷത വഹിച്ചു. MV ശശികുമാരൻ നായർ, Y ഷാജഹാൻ, PM സയ്യിദ്, Y നജീം, കുറ്റിയിൽ ഷാനവാസ്, കുറ്റിയിൽ ശ്യാം, S രഘുകുമാർ, തോമസ് വൈദ്യൻ, രവി മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.